പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ഷാമ്പു എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുടിയിലുണ്ടാകുന്ന താരനൊക്കെ, തലയിലുണ്ടാകുന്ന താരനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് കാരണം എത്ര വലിയ താരനായാലും ചില ആൾക്കാർ കണ്ടില്ലേ നല്ല പൊറ്റ കെട്ടി അങ്ങ് താരനായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള താരനാണെങ്കിൽ പോലും, എത്ര പഴക്കമുള്ള താരനാണെങ്കിലും 5 ദിവസം ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ ഒറ്റ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരനെല്ലാം നിശേഷം മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ വളരുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് കോലിഞ്ചി എന്ന് പറയും. കോലിഞ്ചിയുടെ പൂവെന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിന് കോലിഞ്ചി എന്നാണ് പറയുന്നത്. ഇത് ഷാംപൂ ജിഞ്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമ്മളിത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇത് നാച്ചുറൽ ഷാമ്പൂ ആണ്, വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ഇത് മുടി വളരുന്നതിനും വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഇതുപോലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ എത്ര പഴക്കമുള്ള താരനാണെങ്കിലും മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിലയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ നിശേഷം മാറാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ മുടി വളരാനും അതുപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ട് മുടി കിടക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്നും താരൻ എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ പറമ്പിൽ നിന്ന് ഒടിച്ചുകൊണ്ട് വന്നതാണ്. ഒടിച്ചുകൊണ്ട് വന്ന് രാവിലെ കൊണ്ടുവച്ചതാണ്. അതുകൊണ്ടാണ് ഇതൊരു വാടി നിൽക്കുന്നത്. ഇതിൻ്റെ ഇല ഇതാണ്. ഇതുപോലെ നല്ല വീതിയുള്ള ഇലയാണിത്. ഇതൊരു ഇഞ്ചി മഞ്ഞൾ വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണിത്. അപ്പോൾ വളരെയധികം ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഷാമ്പൂ ഒക്കെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, അതേപോലെയുള്ളൊരു മണം, നല്ലൊരു മണവും നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് ഇതുപോലെ എടുക്കാം. ഇഷ്ടംപോലെ തൊടിയിലെല്ലാം മിക്കവാറും എല്ലായിടത്തും കാണുന്നതാണ്. റബ്ബർ തോട്ടമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ റബ്ബർ തോട്ടത്തിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണിത്. പക്ഷേ ഇത് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 500 രൂപ, 600 രൂപ, 200 രൂപയൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ പരിസരത്ത് തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഇതായതുകൊണ്ട് തന്നെ വളരെയധികം ഗുണമുള്ളതുമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഷാമ്പു എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് ചില പൂവ് വലിപ്പമുള്ള പൂക്കളായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ എടുത്തതിൽ നിന്നും ഞെക്കി ഇതിൻ്റെ ഷാമ്പു ഇതുണ്ട്. ഈ വരുന്നത് ഷാമ്പു ആണ്. നല്ല കുറുകിയ ഷാമ്പു ആണിത്. ധാരാളം നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാം. ഇത് ഒരു പൂ എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 പേർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഷാമ്പു ഇതിൽ നിന്നും കിട്ടും. ഇത് നല്ല പതഞ്ഞ് കിട്ടുന്നതുമാണ്. അപ്പം ഞാൻ ഇത്രയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് നല്ല മണമാണ്. ഇത് തലയിൽ തേച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മണം കിട്ടുന്നതാണ്. ഇത് നമുക്ക് തലയിൽ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് തലമുടി സ്കാൽഫിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരനൊക്കെ നിശേഷം മാറും. ഇത് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കരുത്. ആഴ്ചയിൽ 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ ഇത് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. 2 പ്രാവശ്യം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും പ്രശ്നമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ നാച്ചുറൽ ആണ് എന്നിരുന്നാൽ കൂടി നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം. നമ്മുടെ കൈയൊക്കെ കണ്ടില്ല നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച കണക്ക് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്കിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 3 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഒരു 5 പ്രാവശ്യം അതായത് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് 2 പ്രാവശ്യം ആകുമ്പോൾ തന്നെ 4 പ്രാവശ്യമായി. അങ്ങനെ നമുക്ക് 5 പ്രാവശ്യം ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ
എത്ര വലിയ താരനാണെങ്കിൽ കൂടിയും, കാരണം ഇതുപോലെ പൊറ്റ പോലെ ഇളകി വരുന്ന താരനാണെങ്കിൽ കൂടിയും ഇത് നിശേഷം മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. കഴുകി കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചീപ്പൊക്കെ ആണെങ്കിൽ ആ ചീപ്പ് കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം വീണ്ടും നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട്. കാരണം ആ ഒരു പ്രാവശ്യം തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ താരൻ മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറുന്നതിനും കുറേശ്ശെ താരനൊക്കെ റിമൂവ് ആയി പോകുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു ഉപയോഗിച്ച ചീപ്പ് തന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. അത് നമ്മൾ 5 പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും ഉപയോഗിച്ചതിന് ശേഷം ആ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. 5 പ്രാവശ്യം ആകുമ്പോഴേക്കും നമ്മുടെ തലയിൽ ഒരു ശകലം പോലും താരൻ കാണത്തില്ല. കാരണം എനിക്ക് ഒരുപാട് 2-3 പേർക്ക് അനുഭവം ഉള്ളതാണിത്. എനിക്കിവിടെ അടുത്തുള്ള 2-3 പേർക്ക് അനുഭവം ഉള്ളതാണ്. അതിന് ശേഷമാണിത് ഞാൻ കുറേ വീഡിയോ ഞാൻ ഇതിൻ്റെ കണ്ടിട്ടുണ്ട്, താരനൊക്കെ നിശേഷം മാറുമെന്നുള്ളത് രീതിയിൽ. പക്ഷേ അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെയധികം നല്ലതാണ്. ഇപ്പോൾ താരന് മാറുന്നതിന് ഇത് മാത്രം ഇങ്ങനെ തേച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്ക് മുടി വളരുന്നതിന് വേണ്ടിയിട്ടാണ്. മുടി നല്ല രീതിയിൽ വളരുന്നതിനും ഉള്ള മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നതിനും അതുപോലെ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള മുടി ലഭിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ഈ ഷാമ്പു എടുക്കാം. ഷാമ്പു എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി എടുക്കണം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. പൊട്ടിച്ചു കൊടുത്തോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതുപോലെ നല്ല രീതിയിൽ സ്കാൽഫിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത്, അതായത് നഖം വെച്ച് മസാജ് ചെയ്ത് നമ്മുടെ ഇതുപോലെ വിരലിൻ്റെ ഈ ഭാഗം വെച്ച് വേണം മസാജ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് വേണം ഇത് തേക്കാൻ. തേച്ചതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് നേരമൊക്കെ ഇത് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം വാഷ് ചെയ്യാനായിട്ട്. ഇതേപോലെ ഒരു 2 മാസമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെച്ച് 2 മാസം നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ വളരുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല കട്ടിയോടുകൂടി നല്ല ആരോഗ്യമുള്ള മുടി ലഭിക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് പറമ്പിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. 1 രൂപ പോലും ചിലവില്ലാത്ത കാര്യമാണ്. പിന്നെ നമുക്ക് ചിലവുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താരനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. താരനുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം, താരനില്ലാത്തവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നാച്ചുറൽ മാർഗ്ഗമാണിത്. ഇത് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് അലർജി ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം വേണം ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം നാച്ചുറൽ ആണെങ്കിൽ കൂടിയും ചില ഇത് നമുക്ക് അലർജി ആയിട്ട് വരാറുണ്ട് ചില ആൾക്കാർക്കൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.